പച്ചടിക്ക് ഒരു കഷ്ണം വെള്ളരിയാണ് എടുത്തത്. ഒരു കഷ്ണം വെള്ളരി. ഇനി ഇത് നന്നായിട്ട് മുറിച്ചെടുക്കാം. പൂവൊക്കെ പോക്കി പിന്നെ പുറമെയുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വെള്ളരി മുറിച്ച് വെച്ചതാണിത്. ഇത് നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കാം, പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും കഷ്ണങ്ങളാണ് കേട്ടോ. പാത്രത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വെള്ളരി മുറിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വലിയ കഷ്ണങ്ങളും എല്ലാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് കത്തിക്കുക. മീഡിയം ഫ്ലെയിമിലാണ് തീ കത്തിച്ചത്. ഇനി തിളക്കട്ടെ. അതൊന്ന് അടച്ച് വെക്കാം. ഇനി തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഈ കപ്പിന് 2 കപ്പ് തേങ്ങയാണ് എടുത്തത്. ഒഴിച്ചെടുത്തിട്ട് അരച്ചെടുക്കാം. ഇത്രയും മതി. നന്നായിട്ട് അരച്ചെടുക്കണം. ഒന്ന് അരച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് അരിഞ്ഞില്ല കേട്ടോ. അതിലേക്ക് കുറച്ച് കടുകും കൂടെ, കുറച്ച് അരച്ചതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്നും കൂടെ അരച്ചെടുക്കുക. ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ കടുക് നന്നായിട്ട് അരിഞ്ഞു പോവും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം കുറച്ചും കൂടെ വറ്റാനുണ്ട്. ഒന്നുകൂടി വേവണം വെള്ളരി. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, വെന്തിട്ടുണ്ട് വെള്ളരി. ഇനി നന്നായിട്ട് അരച്ച് വെച്ച ജീരകവും കടുകും കൂടെ അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തേങ്ങ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. തേങ്ങ 2 മിനിറ്റ് കഴിഞ്ഞ് ഉപ്പ് കുറച്ച് കുറവായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേ. ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് കട്ടയൊക്കെ പോക്കി എടുത്ത് വെച്ച തൈരാണ്. 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിക്കുമ്പോൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. തൈര് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയും മതി. ഇനി കടുകും മുളകും കറിവേപ്പിലയും ഒക്കെ കൂടി താളിച്ച് ഇതിലേക്കിടാം. താളിക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ തണുപ്പായതുകൊണ്ട് എപ്പോഴും വെളിച്ചെണ്ണ കട്ടയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇനി കടുക് പൊട്ടിയിട്ടുണ്ട്. 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് ഇളക്കാതെ കുറച്ച് സമയം അടച്ച് വെക്കാം. നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. സമയം അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയും മതി. അപ്പോൾ നമ്മളെ പച്ചടി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.